ഹായ് ഹലോ ഗൈസ്, ഇറ്റ്സ് യുവർ ഗെയിമർ ടോക്സിക് ജെഫർ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അത് ആനിമി സ്റ്റോറിയാണ്. ഇതൊരു ആനിമേഷൻ ചെയ്യാത്തൊരു ആനിമി സ്റ്റോറി, ദി സീക്രട്ട് ഓഫ് ബാംബു ഫോറസ്റ്റ്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സാണിത്. അതായത് വൈറ്റ് ഹെയർഡ് യുക്കി, ബ്ലാക്ക് ഹെയർഡ് അക്കീര, ആൻഡ് ഈ ഒരു ബ്ലൂ പോലത്തെ ഹെയറുള്ള ആളുടെ പേര് ഹിറ്റോഷി, പിങ്ക് ഹെയർഡ് സാക്കുറ. സോ ഇവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള 3 ഹീറോസ്. അപ്പോൾ ഈ പുറകെ നിൽക്കുന്ന ആളാണ് കേജ്. അതായത് ഈ ഒരു ബാംബു ഫോറസ്റ്റ്, അതായത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബാംബു ഫോറസ്റ്റിൻ്റെ മിഡിലുള്ള ഒരു വില്ലേജിലാണ്. ആ ഒരു വില്ലേജിൽ ഇവർക്കായിട്ടൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. സകാകിറാഷി എന്നാണ് ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പേര്. ഫസ്റ്റ് തന്നെ നമ്മളിത് കാണിക്കുന്നത് ഈ സകാകിറാഷി ക്വാർട്ടേഴ്സിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. അന്നേരം അവരുടെ ഒരു മാസ്റ്ററുണ്ട്. ആ മാസ്റ്ററിൻ്റെ പേര് റയാൻ എന്നാണ്. റയാനിൻ്റെ മാസ്റ്ററിൻ്റെ വൈഫിൻ്റെ പേര് മിത്സ്യാക്ക എന്നാണ്. പുള്ളിക്കാരിക്ക് ആണെങ്കിൽ എല്ലാവരോടും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് ആ ഒരു ഫോറസ്റ്റിൽ ഈ ആൾക്കാരെ കാണാണ്ടാകുന്നുണ്ട് വില്ലേജിൽ നിന്ന്. അപ്പോൾ ഇവർ തീരുമാനിച്ചു ഈ ഒരു യുക്കിയുടെ ടീം അവരെ ഈ ഒരു മിഷൻ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഈ ഒരു മാസ്റ്റർ യുക്കിനോട് ഒക്കെ പറയണം. അന്നേരം ഇവരെല്ലാവരും ഒന്ന് പാനിക്കായി പേടിച്ചിരിക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇതിൽ. പിന്നെ അവർ ആ ഒരു വില്ലേജിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ഈ മാസ്റ്ററും റയാനും മിത്സുയാക്കയും കൂടിയാണ് കൊണ്ടുപോകുന്നത്. അവർ ആ ഒരു വില്ലേജ് വരെ കൊണ്ടുപോകുന്നത്. അന്നേരം ഈ ഒരു സാക്ര എന്ന് വെച്ചാൽ ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്കാരി ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇവിടെ മൊത്തം ആളും അനക്കില്ല, ഒന്നും ഇല്ലാണ്ടിരിക്കും. അന്നേരമാണെങ്കിൽ ഈ സാക്ര ഓടി ചെന്ന് യുക്കിയുടെ കൈ കയറി പിടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാകുക, കണ്ടിട്ട് തന്നെ എന്തോ പോലും തോന്നുക പറഞ്ഞിട്ട് കരച്ചിലങ്ങ് തുടങ്ങി. ഇപ്പോൾ ഈ ഹിറ്റോഷി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര കലിപ്പേറിയിട്ട് പുല്ല് കയറിയിട്ട് അവളുടെ മുടിയെ കയറി പിടിച്ചിട്ട് പിന്നെ നീ എന്നാ കാണിക്കാനായി ഈ ഒരു ഇതിൽ കൂടിയേക്കുന്നത് എന്നുള്ളൊരു മട്ടിൽ സാക്കുറയുടെ വെക്കിട്ട് തരണം. അന്നേരം ഈ നോക്കി എന്ന അകിരയ്ക്കാണെങ്കിൽ ദേഷ്യം കേട്ടിട്ട് അക്കിര പറഞ്ഞു, നിങ്ങളൊന്ന് നിർത്തുക, നമുക്ക് ഇവിടെ വഴക്കുണ്ടാക്കലുടെ അല്ല, നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ പിന്നെ ഈ മാസ്റ്റർ റയാനുണ്ടല്ലോ, പുള്ളിക്കാരാണെങ്കിൽ ഇവിടെ നിന്നല്ല നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കുക, രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നു. അതിനുശേഷമാണെങ്കിൽ ഇവരവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവരവിടെ നിന്ന് ഓടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഇപ്പോൾ ഉണ്ട്. അന്നേരം ഈ ഹിറ്റോഷിയും ഈ യുക്കിയും പറയണുണ്ട് അവിടെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നേരം അവർ രക്ഷപ്പെട്ട് നിന്ന സമയത്ത് ആ ബാംബു ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് മോൺസ്റ്റേഴ്സ് ഉണ്ട്. അന്നേരം ഈ പുള്ളിക്കാർ പാനിക്കായിട്ട് കിടന്ന് കാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സാക്കുറ എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, ആദ്യം കിടന്ന് മൂങ്ങിയത്, അവളൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്നു. അവൾക്ക് ഇങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കപ്പെടണ അങ്ങനെയൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവളന്നേരം ഇങ്ങനെ അവളുടെ പവർ വെച്ച് യൂസ് ചെയ്തു ബ്ലഡ് റോസ് പെറ്റൽസ് എന്നൊരു പവർ യൂസ് ചെയ്തപ്പോൾ ഒരു വലിയ പൂ ഫോമായിട്ട് പുള്ളിക്കാരിനെ അവളങ്ങ് രക്ഷിക്കുന്നു. അത് രക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അവിടെ തല ഇറങ്ങിയാണ്. അന്നേരം ഈ ഒരു അക്കിര ഉണ്ടല്ലോ, ഈ അക്കിരയാണെങ്കിൽ ചെന്നിട്ട് ആ പുള്ളിക്കാരനെ ഇങ്ങനെ ബ്രൈഡൽ കെയർ ചെയ്യണം. അന്നേരം നമ്മുടെ ഈ യുകിക്ക് ഭയങ്കരമായിട്ട് അസൂയ കയറി. കാരണം യുകിക്ക് അക്കിരേനെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അവൾ അങ്ങനെ ഒന്നും പ്രൂവ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ യുക്കിക്കാണെങ്കിൽ അസൂയ മൂത്തിട്ടാണെങ്കിൽ പറഞ്ഞു, നിങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു പുള്ളിക്കാരനായിട്ട് രക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പൊക്കോ, ഞാൻ ഈ ഒരു മോൺസ്റ്റേഴ്സിനെ ഒന്ന് കൊല്ലാൻ ഞാനിവരെ വകവരുത്താം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അത് പറയണ കേട്ടിട്ട് ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ഇവൾ കൈ കെട്ടി ഭയങ്കര ജലസി ആയിട്ട് നിന്ന് ആ ഒരു ടൈമിൽ നമ്മളെ ഈ ഒരു സാക്കുറ ആണെങ്കിൽ ഹിറ്റോഷിൻ്റെ അടുത്ത് പറയണുണ്ട്, എടാ നീ അത് കണ്ടോ, നമ്മുടെ യുക്കിക്ക് ഭയങ്കര അസൂയ മൂത്തിരിക്കുക. കാരണം എന്താ, ഈ ഒരു പുള്ളിക്കാരിനെ യുക്കീൻ്റെ മുമ്പിൽ വെച്ച് എടുത്തല്ലോ ആ ഒരു ഇതിൻ്റെ. അന്നേരം അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ ഇവരെവിടെ നിന്ന് രക്ഷിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, എടുത്തോണ്ട് ഓടുകയാണ് ചെയ്യണം. അന്നേരമാണെങ്കിൽ ഇവൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പവർ എന്ന് വെച്ചാൽ ഐസാണ് അവൾ യൂസ് ചെയ്യുന്നത്. അന്നേരം ഇവർക്കൊരു പവർ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവമാണ് ഈ ഒരു ഫാന്. ഈ ഫാനിലാണെങ്കിൽ ഓരോ ടൈപ്പ് ഡിസൈൻസാണ്. അതായത് ഈ ഐസ് യൂസേഴ്സിന് മാത്രമാണ് കൂടുതൽ ഫാന് ഉള്ളത്. എന്നിട്ട് ഇവർ ആ ഒരു പുള്ളിക്കാരനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് ഈ ഒരു യുക്കി പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം, നിങ്ങൾ കാരണമാണ് ഈ ഒരു അക്കീര എന്ന് പറഞ്ഞൊരു പുള്ളി ആ ഒരു ചേച്ചീനെ എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കയറി നിൽക്കുക നിങ്ങൾ. അന്നേരം ഈ ഒരു മോൺസ്റ്റർ കളിക്കുന്നുണ്ട്, എടാ നോക്കണേ എന്ത് രസമാണ് അതിവിടെ കാണാൻ, എന്ത് രസം, നമുക്കൊരു ഫുഡ് കിട്ടിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. അന്നേരം ഈ ഒരു യുക്കി കുറച്ച് സൈക്കോ ചിരിയൊക്കെ ചിരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, സ്നോ ഗ്ലോസ്.
അങ്ങനെ അവൾ പറയുന്നത്. അന്നേരം ആ ഒരു ഫാൻ നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു കുഞ്ഞു പെണ്ണല്ലേ, ഞാൻ തന്നെയാണ് ആ കുഞ്ഞു പെണ്ണ്, നമുക്ക് കാണാം ഈ കുഞ്ഞു പെണ്ണിന് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു മട്ടിൽ നമ്മുടെ യൂക്കി അവനോട് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിന്നെ അവളൊന്നും മേളിലോട്ട് ചാടിയിട്ട് ഈ ഒരു ഡ്രോപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞാൽ അവളുടെ പവർ അങ്ങനെ യൂസ് ചെയ്യുന്നു. അന്നേരം പവർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വേവ് ചെയ്യുമ്പോൾ കുറേ ഈ വെള്ളത്തിൻ്റെ തുള്ളികൾ പോലെ വന്നിട്ടുണ്ട്. അന്നേരം അതൊരു മോൺസ്റ്ററിൻ്റെ മേത്ത് തൊട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഡിസോൾവ് ആയിട്ട് ഇല്ലാണ്ടായി തീരുക. അന്നേരം ഇവക്കാണെങ്കിൽ ഭയങ്കര പാനിക്കായി. അന്നേരം അവനാണെങ്കിൽ ഡിസോൾവ് ആയി പോവാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സൊക്കെ കരയുക. അന്നേരം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഡിസോൾവ് ആയി തീർന്നോണ്ടിരിക്കുക. അന്നേരം ഇവളാണെങ്കിൽ കയറിയിട്ട് ഈ ഒരു മോൺസ്റ്ററെ നീ കുട്ടിക്കുരുപ്പെന്ന് വിളിച്ചു. അന്നേരം ആളാണെങ്കിൽ വലിയ കേൾക്കത്തിട്ട് അതെ ഞാൻ തന്നെ കുട്ടിക്കുരുപ്പ് എന്ന് പറയണം. അന്നേരം ഒരു മോൺസ്റ്റർ ഒറ്റ ഇടിയാക്കട്ടെ. അന്നേരം അവൾ പറന്നു പോകുന്നുണ്ട് വെള്ളോട്ട്, ആകാശത്തോട്ട് ഷൂന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ താഴോട്ട് നോക്കുന്നുമുണ്ട്. ഇവിടുന്ന് കാണാൻ ഭയങ്കര രസമാണുള്ള താഴ്ത്തണം, പക്ഷേ ഈ സമയം പേടിക്കാനുള്ള സമയമല്ല, എനിക്ക് ഇവരെ എത്ര പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു ആകാശത്തുനിന്ന് തന്നെ അവളുടെ ഫാനൊന്ന് വേവ് ചെയ്തിട്ട് ഐസ് ക്രിസ്റ്റൽസ്, അതായത് സ്നോ ഗ്ലോസ് അങ്ങനെ പവേഴ്സ് യൂസ് ചെയ്യും. അന്നേരം അവളിങ്ങനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡീമൺസിനെ ഫുള്ളായിട്ട് ഇല്ലാണ്ടാക്കുന്നു. അതിനുശേഷം അവളവിടെ ആ ഒരു ബാംബു ഫോറസ്റ്റിൽ തന്നെ മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അവളിങ്ങനെ സ്വയം പറയാനുണ്ട്, ഇതെനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എനിക്കിത് കണ്ടിട്ടൊരു വാമപ്പ് പോലെ തോന്നിയതേ ഉള്ളൂ. അന്നേരം ആ ഒരു സമയമാണെങ്കിൽ നമ്മുടെ ഈ ഹിറ്റോഷിയും അക്കീരയും സാക്കുറയൊക്കെ ഒത്തിരി ദൂരത്തെയായിരുന്നു. ആ ഒരു പുള്ളിക്കാരിനാണെങ്കിൽ സേഫാക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ സാക്കുറ ആണെങ്കിൽ സാക്കുറയോട് ഈ ഹിറ്റോഷി അക്കീര പറയുന്നുണ്ട് സാക്കുറയോട്, എനിക്കാണെങ്കിൽ യൂക്കിനെ കണ്ടുപിടിക്കണം, കാരണം അവളവിടെ ഒറ്റയ്ക്കായെന്ന് പറയണം. അന്നേരം ഈ സാക്കുറ ഒന്ന് കളിയാക്കൊണ്ട് പറഞ്ഞു, യൂക്കിനെ കണ്ടുപിടിക്കാൻ കണ്ടോ, അവന് ഭയങ്കരമായിട്ടൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അക്കീരയ്ക്ക് യൂക്കിനെ ഇഷ്ടമാണ്, കാരണം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യുന്നില്ല. അന്നേരം ഈ അക്കീര ആണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എൻ്റെ ഒരു ടീംമേറ്റിനെ കുറിച്ചുള്ള സങ്കടം, അതായത് എൻ്റെ ടീംമേറ്റിന് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ഒരു ഒന്നറിയാത്തൊരു പുച്ഛഭാവത്തിൽ. എന്നിട്ട് ഈ ഒരു സാക്കുറയുടെ കൂടെ ഈ ഹിറ്റോഷിയോട് പറയുന്നുണ്ട്, ഈ സാക്കുറയെ നീ ഇവിടെ വെച്ചോ, ഞാനാണെങ്കിൽ യൂക്കിനെ പോയി കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ യൂക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടുന്നു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് മൊമന്തൈച്ചു എന്ന് പറയുന്ന ഒരു ഡീമനെയാണ്. അവളാണെങ്കിൽ ഈ ബോയ്സിനെ മാത്രമേ വരുന്നുള്ളൂ. അവളെക്കുറിച്ചാണെങ്കിൽ പറയാനാണെങ്കിൽ അവൾക്ക് ബോയ്സിനെ കണ്ടാൽ ശരിക്കും ബോയ്സിനെ കണ്ട് തിന്നണം, അതാണ് മെയിൻ സംഭവം. അവളൊന്ന് ഈ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് വന്നു. അന്നേരമാണെങ്കിൽ ഒരു പുള്ളിക്കാരനോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ പോയിക്കോട്ടെ. അന്നേരം അവൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്കും കൂടാലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നു.